ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് IPO കുറിച്ചാണ്. ഇപ്പം LG ഇലക്ട്രോണിക്സ് IPO കുറിച്ചുള്ള അഭിപ്രായം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതെൻ്റെ പേഴ്സണൽ വ്യൂ മാത്രമാണ്, ഇതൊരു റെക്കമെൻഡേഷനും അല്ല. ആൻഡ് ഇത് എന്താ പറയുക, നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും IPO അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാതിരിക്കാനോ പ്രേരിപ്പിക്കുന്ന ഒരു വീഡിയോ അല്ല. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചത് IPO എങ്ങനെയുണ്ട്, എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ള കാര്യമാണ്. സോ നമുക്ക് IPO കുറിച്ച് LG കുറിച്ചൊന്ന് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ തീരുമാനം പറയാം. അപ്പോൾ LG ഇലക്ട്രോണിക്സ് IPO എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര രൂപയുണ്ടെങ്കിൽ നമുക്ക് ഈ IPO വാങ്ങാൻ കഴിയും എന്ന് ചോദിച്ചാൽ 14,040 രൂപയുണ്ടെങ്കിൽ ഈ IPO വാങ്ങാൻ കഴിയും. ഓക്കെ, എത്രയാണ് ലോട്ട് സൈസ് എന്ന് ചോദിച്ചാൽ 13 ലോട്ട് സൈസ്. പ്രൈസ് റേഞ്ച് വരുന്നത് 1,080 തൊട്ട് 1,140 വരെയാണ്. ഓക്കെ, അപ്പോൾ LG ഇലക്ട്രോണിക്സ് IPO അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1997 LG ഇലക്ട്രോണിക്സ് ഇന്ത്യ എന്ന പാരന്റ് കമ്പനിയുടെ കീഴിലാണ് തുടങ്ങിയത്. ഇന്ത്യയിൽ കഴിഞ്ഞ 10-13 കൊല്ലമായിട്ട് വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, ടെലിവിഷൻ, എയർ കണ്ടീഷണേഴ്സ്, മൈക്രോവേവ്സ് അങ്ങനെ തുടങ്ങിയ പല എന്താ പറയുക ഹോം അപ്ലയൻസസിനും കൺസ്യൂമർ ഇലക്ട്രോണിക്സ് പ്രൊഡക്ട്സിൻ്റെയും ഒരു ലീഡിംഗ് പ്ലെയറാണ് LG ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ആൻഡ് LG ഇലക്ട്രോണിക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് B2B കസ്റ്റമേഴ്സും ഉണ്ട്, B2B സർവീസസും ഉണ്ട്. അതായത് ബിസിനസ് ടു കൺസ്യൂമർ സർവീസസും ഉണ്ട്, ബിസിനസ് ടു ബിസിനസ് സർവീസസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്ന് ചോദിച്ചാൽ ഇൻസ്റ്റാളേഷൻ ചെയ്യും, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. സോ കമ്പനിയുടെ വേറെ കുറച്ച് കാര്യങ്ങൾ, ഫിനാൻഷ്യൽസോ അല്ലെങ്കിൽ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 10-13 കൊല്ലമായിട്ട് LG ഇലക്ട്രോണിക്സ് മാർക്കറ്റിലുണ്ടെന്ന്. അവരുടെ പ്രത്യേക കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും വോളിയം വെച്ചായാലും അവരെ സെയിൽ വെച്ച് കണക്കാക്കിയാലും റെഫ്രിജറേറ്ററും എയർ കണ്ടീഷണേഴ്സും മൈക്രോവേവ്സും എല്ലാം നല്ല രീതിയിൽ അവർ സെല്ലിംഗ് നടത്തുന്നുണ്ട്. ആൻഡ് പാനൽ ടെലിവിഷൻസ് അവർ സെല്ലിംഗ് നടത്തുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ അവർക്ക് നല്ല രീതിയിൽ ഒരു R&D എന്നുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ വിഭാഗമുണ്ട്. സോ അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അവർ 2015 ഇന്ത്യയിൽ ഫസ്റ്റ് ഇന്നോവേഷൻ എന്നുള്ള നിലയിൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ടെലിവിഷൻസ്, അതായത് OLED ടെലിവിഷൻസ് 2015 അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ എയർ കണ്ടീഷണേഴ്സിന് വേണ്ടി 100% ഇൻവേർട്ടർ ടെക്നോളജിയും 2017 അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ LG എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യക്ക് അനുസൃതമായിട്ടുള്ള പ്രൊഡക്ട്സും അവർ ചെയ്തിട്ടുണ്ട്. അതായത് മൺസൂൺ കാലയളവിൽ ആവശ്യമുള്ള വാഷർ ഡ്രയേഴ്സ് അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ത്യയിലെ ട്രഡീഷണൽ ഡിഷസിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള മൈക്രോവേവ് ഓവൻസ്, അതായത് ഇന്ത്യയിലെ പഴയ രീതിയിലോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഷസ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമുള്ള മൈക്രോവേവ് ഓവൻസ് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ അത്രയും കസ്റ്റമർ ഫോക്കസ് ആയിട്ടൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ് ഉണ്ട്. ഹോം അപ്ലയൻസിന് വേണ്ടിയിട്ട് നേരിട്ടും അല്ലാതെയുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് റിപ്പയർ സെറ്റപ്സ് അല്ലെങ്കിൽ അതിൻ്റെതായ സംവിധാനങ്ങൾ അവർ ടച്ച് പോയിൻറ്റ്സ് അടക്കം നടത്തുന്നുണ്ട്. അവരുടെ ബ്രാൻഡ് ഷോപ്പുകളുണ്ട്, മോഡേൺ ട്രേഡ് സ്റ്റോറുകളും ഓൺലൈൻ സ്റ്റോറും അടക്കം അവർ നടത്തുന്നുണ്ട്. ട്രഡീഷണലി അവർക്കുള്ള ഔട്ട്ലെറ്റ്സ് അവൈലബിൾ ആയിരിക്കുമ്പോൾ തന്നെ പല രീതിയിലും ഓൺലൈനിൽ അവർ സെയിൽ നടത്തുന്നുണ്ട്. 949 സർവീസ് സെൻറ്റേഴ്സും അതിൻ്റെ കീഴിൽ 12,590 എഞ്ചിനീയേഴ്സും LGയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം പ്രൊഫഷണൽസ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഉള്ളത്, ഇൻസ്റ്റാളേഷൻ, റിപ്പയറിനും മെയിൻ്റനൻസിനും വേണ്ടിയിട്ട്. സോ അത്രയും വലിയൊരു ടീമിൻ്റെ ഭാഗമാണ് LG ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവർക്ക് 2 മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉണ്ട്. ഒന്ന് നോവിഡിയയിലും UPയിലും ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നല്ല രീതിയിലുള്ള ഒരു സപ്ലൈ ചെയിനും അവർ നിലവിലുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് പറയുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം റവന്യൂ അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് 16,834 കോടിയായിരുന്നു. ഫ്രം ടു 19,000 ഓരോ കൊല്ലം അവർ ഗ്രാജുവലി കൂട്ടുന്നുണ്ട്. ബട്ട് ഞാൻ ഈ കമ്പനിയെക്കുറിച്ച് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ LG പോലെ ഇത്രയും വലിയൊരു പ്രൊഡക്റ്റിന് ഇത്രയും റവന്യൂ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഞാൻ കാണുമ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും LG ഇലക്ട്രോണിക്സിൽ IPO ഞാൻ സ്വീകരിക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ LG ഇലക്ട്രോണിക്സിൽ നിലവിൽ ഞാൻ ചൂസ് ചെയ്യത്തില്ല. കാര്യം അവർ റവന്യൂ ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിലും നല്ല പെർഫോം ചെയ്യുന്ന കമ്പനികൾ വേറെ മാർക്കറ്റിലുണ്ട്. സോ IPOയ്ക്ക് ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടി ആളുകൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ പലരും ചെയ്യുന്നുണ്ടായിരിക്കാം. ബട്ട് ഞാൻ എന്തായാലും അപ്ലൈ ചെയ്യുന്നില്ല. ലിസ്റ്റിംഗ് ഗെയിൻ എന്തായാലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗ്രേ മാർക്കറ്റ് പ്രൈസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലിസ്റ്റിംഗ് ഗെയിന് കിട്ടാനുള്ള സാധ്യത LG ഇലക്ട്രോണിക്സ് IPOയ്ക്ക് ഉണ്ട്. സോ എന്തായാലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഈ ഒരു സ്കെയിലിൽ ബിസിനസ് ചെയ്യുന്ന LGക്ക് ഇതിലും കൂടുതൽ റവന്യൂവും പ്രോഫിറ്റും ഒക്കെ എടുക്കാൻ കഴിയും. ബട്ട് എന്തുകൊണ്ടൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ CAGR ഓരോ കൊല്ലം കണക്കാക്കുമ്പോഴത്തേക്കും ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു CAGR LG ഇലക്ട്രോണിക്സിൽ എനിക്ക് തോന്നിയിട്ടില്ല. സോ അതുകൊണ്ട് മാത്രം ഞാനൊരു ലോങ് ടേം ബെറ്റായിട്ട് LG ഇലക്ട്രോണിക്സിനെ കാണുന്നില്ല. ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടിയിട്ട് ആളുകൾ ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ലിസ്റ്റിംഗ് ഗെയിൻസ് ഉറപ്പായിട്ട് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് ഗ്രേ മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ട്. സോ എൻ്റെ ഒരു തീരുമാനം അങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത്. സോ
തൽക്കാലം ഞാൻ അവോയ്ഡ് ചെയ്യുകയാണ്. ഒരു സ്വിംഗ് ട്രേഡിംഗ് സെറ്റപ്പ് ലിസ്റ്റിങ്ങിന് ശേഷം ഉണ്ടാകുമെങ്കിൽ ഞാൻ സ്വീകരിക്കും. ഓക്കെ, അപ്പോൾ അതുവരേക്കും LG ഇലക്ട്രോണിക്സ് ഞാൻ അതിൻ്റെ വഴിക്ക് വിട്ടേക്കും. IPO വരട്ടെ, അന്നത്തെ പ്രൈസ് വരട്ടെ, അന്ന് എന്തെങ്കിലും ഇൻട്രാഡേ ട്രേഡ് കിട്ടിയാൽ എടുക്കാം, അല്ലെങ്കിൽ ബേസ് ഉണ്ടാക്കിയ ശേഷം ഒരു സ്വിംഗ് ട്രേഡ് ഞാൻ കൺസിഡർ ചെയ്യും. അല്ലാതെ ഞാനൊരു ലോങ് ടേം ബെറ്റായിട്ട് LG ഇലക്ട്രോണിക്സിനെ ഞാൻ കണക്കാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു.